അസ്സലാമലൈക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മോട് അസൂയ കാണിക്കുന്നവർ, നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർ, നമ്മുടെ നന്മ ആഗ്രഹിക്കാത്തവർ, കള്ളന്മാരെയും ദോഷകാരികളെയും കുറിച്ചുള്ള ഭയം, ഇതൊക്കെ മുഖേന നമ്മുടെ മനസ്സിന് വല്ലാതെ ടെൻഷനായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നന്മ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ടാകും. അവർ നമ്മുടെ ശത്രുക്കളായ ആൾക്കാർ. അവർ നമ്മെ കാണുമ്പോൾ തരം താഴ്ത്താൻ ശ്രമിക്കും. നമ്മുടെ നന്മ കണ്ടിട്ട് അവർ അസൂയപ്പെടുന്നവരുണ്ട്. നമ്മുടെ സമാധാനം ശ്രമിക്കുന്നവരുമാണ് ഈ ശത്രുക്കൾ. അവർ നമ്മുടെ പിന്നാലെ പോയി വന്ന് പ്രതികാരം ഒക്കെ ചെയ്യും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അസൂയക്കാരുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നന്മ കണ്ടിട്ട് അവർക്ക് അസൂയ തോന്നാം. നമ്മുടെ സന്തോഷങ്ങളും അള്ളാഹു തന്ന അനുഗ്രഹം കണ്ടിട്ട് മിക്കുള്ള ആൾക്കാർക്കും അസൂയയായിരിക്കും. നമ്മുടെ സമ്പത്ത്, പദവി ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും അസൂയ തോന്നും. ഇത്തരം ആളുകളെ നേരിടുവാൻ വേണ്ടിയും ഈ ദിക്ർ ഉപകരിക്കും. കള്ളന്മാരെ കുറിച്ചും ദോഷകാരികളെക്കുറിച്ചും നമുക്ക് ഒരുപാട് ഭയമായിരിക്കും. എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഭയം തോന്നാറുണ്ട്. ആ സമയങ്ങളിലും രാത്രിയിൽ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ വരെ നമുക്ക് ഭയം തോന്നാറുണ്ട്. കള്ളന്മാരെയോ ഉപദ്രവിക്കുന്നവരെ കുറിച്ചുള്ള ആശങ്ക നമുക്ക് വരുമ്പോൾ ഈ ദിക്ർ ഓതുക. ചില അയൽക്കാർ, നമുക്ക് ദോഷകാരികളായ അയൽക്കാർ ഉണ്ടാകും. അവരെക്കുറിച്ചും നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാകും. ആ സമയത്തും ഈ ദിക്റുകൾ ഓതുക. അവർ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുകയും മോശമായി സംസാരിക്കുകയും നമ്മുടെ പേരുകൾ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നവരുമായിരിക്കും. ഇത്തരം സമയത്താണ് നമ്മൾ അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടത്. മനുഷ്യരുടെ ശക്തിയെക്കാട്ടിൽ വലിയൊരു ശക്തിയാണ് റബ്ബിൻ്റേത്. റബ്ബ് വലിയ ശക്തിയാണ്. അതുകൊണ്ട് ഭയപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിക്കും. ദിവസവും 99 തവണ ഈ ദിക്ർ, അള്ളാഹുവിൻ്റെ ഈ ഇസ്മ ചൊല്ലുക. ഹസ്ബി അല്ലാഹുൽ ഹസീബ്, ഹസ്ബി അല്ലാഹുൽ ഹസീബ്. എനിക്ക് അള്ളാഹു മതി, അവൻ മതിയായ കണക്കുകാരനും കാര്യങ്ങൾ അറിയുന്നവനുമാണ്. ഇത് ചൊല്ലുമ്പോൾ വെറും വാക്കുകൾ ആവർത്തിക്കുകയല്ല ചെയ്യുന്നത്. എൻ്റെ കാര്യങ്ങൾ ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു. എന്നെ ആരെങ്കിലും ദ്രോഹിച്ചാലും ആരെങ്കിലും എനിക്കെതിരെ പദ്ധതിയിട്ടാലും എൻ്റെ റബ്ബ് എല്ലാം അറിയുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ ഇത് ചൊല്ലുക. നമ്മുടെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും. അവർക്കെതിരെ പ്രതികാരം ചെയ്യാതെ അള്ളാഹുവിലേക്ക് തിരിയുക. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറയുക. നമുക്ക് ഏൽക്കുന്ന ഓരോ മുറിവുകൾക്കും ഇങ്ങനെ ചൊല്ലുക. ഹസ്ബി അല്ലാഹുൽ ഹസീബ്, ഹസ്ബി അല്ലാഹു ഹസീബ്. എനിക്ക് അള്ളാഹു മതി, എൻ്റെ കാര്യങ്ങൾ അള്ളാഹുവിനും അറിയും. എന്നോട് ആരാണ് അന്യായം ചെയ്തത് എന്നറിയാം. എനിക്ക് ആരോടും ദോഷം ആഗ്രഹിക്കുന്നെന്നും അറിയാം. എനിക്ക് എന്താണ് വേണ്ടതെന്നും അറിയാം. അതിനാൽ എൻ്റെ കാര്യങ്ങൾ എൻ്റെ റബ്ബിനെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് മനസ്സിൽ ചിന്തിക്കുക. ഒരുപാട് പേർ അസൂയക്കാരുണ്ട്. അസൂയക്കാരെ കുറിച്ച് ഭയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ടതില്ല. നമ്മുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ചിലപ്പോൾ സ്വകാര്യമായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് നമുക്കറിയില്ല. എങ്കിലും ആരെങ്കിലും സംശയിച്ച് ജീവിക്കേണ്ടതില്ല. അള്ളാഹുവിൽ ആശ്രയിക്കുക. അള്ളാഹുവിനോട് സംരക്ഷണം ചോദിക്കുക. കൂടാതെ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും പതിവാക്കുക. സൂറത്തുൽ ഇഖ്ലാസും. ചിലപ്പോൾ നമ്മൾ ഒരാൾക്കും ദോഷം ചെയ്ത് ആരെങ്കിലും നമ്മോട് അന്യായം ചെയ്താൽ, എന്നിട്ടും ആരെങ്കിലും നമ്മെ വേദനിപ്പിക്കും, മോശമായി സംസാരിക്കും, നമ്മുടെ പേര് കളങ്കപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ നമ്മളുടെ മനസ്സിൽ വലിയ വിഷമമുണ്ടാകും. ആ സമയത്ത് ഈ ദിക്ർ ചൊല്ലുക. പ്രതികാരം ചെയ്യുന്നതിന് പകരം അള്ളാഹുവിനെ ഓർക്കുക. ഹസ്ബി അല്ലാഹു ഹസീബ് എന്ന കണ്ണുനീരോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എൻ്റെ വേദന അള്ളാഹു അറിയുന്നുണ്ട്. എന്നെ കൂടെ നടത്തിയ അന്യായം അള്ളാഹു അറിയുന്നുണ്ട്. എന്നോട് നടന്ന അന്യായം അള്ളാഹുവിനറിയാം. അതുകൊണ്ട് എൻ്റെ കാര്യം ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദുആ ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. ആരെങ്കിലും നമ്മെ സ്നേഹിക്കണമോ വെറുക്കണമോ എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് കഴിയില്ല. ആരെങ്കിലും നമ്മോട് അസൂയപ്പെടുന്നത് തടയാനും കഴിയില്ല. പക്ഷേ നമ്മുടെ റബ്ബിൽ ഭാരമേൽപ്പിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഭയം വരുമ്പോൾ, വിഷമം വരുമ്പോൾ, ആരെങ്കിലും ദോഷം ചെയ്യുമോ എന്ന് പേടിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക. ഹസ്ബി അല്ലാഹു ഹസീബ് എന്ന്. എനിക്ക് അള്ളാഹു മതി,
അള്ളാഹു നമ്മുടെ വീടുകളെയും കുടുംബങ്ങളെയും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കട്ടെ. അസൂയക്കാരുടെ ദോഷങ്ങളിൽ നിന്നും, അക്രമികളുടെ ദോഷങ്ങളിൽ നിന്നും, കള്ളന്മാരുടെ ദോഷങ്ങളിൽ നിന്നും, നമ്മോട് ശത്രുത കാണിക്കുന്നവരുടെ ദോഷങ്ങളിൽ നിന്നും, നമുക്കറിയാവുന്നതും അറിയാത്തതുമായ എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ വീടുകളിൽ സമാധാനം നിറയട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ ഭയം മാറ്റി തവക്കൽ ആകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീനായ റബ്ബേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ഇൻഷാ അള്ളാഹ്. അള്ളാഹു എല്ലാവരും